ഹായ് വ്യൂവേഴ്സ്, ഇന്ന് ഞാൻ +1 അക്കൗണ്ടൻസിയിലെ 3ാമത്തെ ചാപ്റ്ററിലെ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ലെഡ്ജർ. അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇതിനു മുന്നേ ഞാൻ ചെയ്ത വീഡിയോസ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾസ്, ജേണൽ എൻട്രി, ഈ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി കാണണം. ഓക്കെ, ലെഡ്ജർ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിലെ പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ടിംഗ് എന്നാണ് ലെഡ്ജറിന് അറിയപ്പെടുന്നത്. ഒരു ലെഡ്ജറിൽ വ്യത്യസ്തങ്ങളായ ഡിഫറെൻറ്റ് അക്കൗണ്ട്സ് ഉൾക്കൊള്ളുന്നതാണ് ഒരു ലെഡ്ജർ. നമുക്കറിയാം, ഒരു ജേണൽ എൻട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ ജേണൽ എൻട്രിയിൽ ഒരേ സ്ഥലത്ത് തന്നെ പല അക്കൗണ്ട്സ് നമ്മൾ എഴുതി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ജേണൽ എൻട്രി നോക്കിയിട്ട് ഒരിക്കലും നമുക്ക് ഒരു പ്രത്യേക അക്കൗണ്ടിൻ്റെ ഒരു പ്രത്യേക ഡേറ്റിലെ സ്ഥിതി എന്താണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം എല്ലാം കൂടി കുഴഞ്ഞ് ഒരു ബുക്കിൽ കിടക്കുകയായിരിക്കും. അതേസമയം ലെഡ്ജർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പേജിൽ ഒരു അക്കൗണ്ട് മാത്രമേ നമ്മൾ എഴുതി പോകുന്നുള്ളൂ. ഒരു അക്കൗണ്ടിന് പ്രത്യേക പ്ലേസ് ഉണ്ടാവും ലെഡ്ജറിൽ. അപ്പോൾ നമുക്ക് ആ ലെഡ്ജറിലെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൻ്റെ പ്രത്യേക ദിവസത്തെ സ്ഥിതി എന്താണെന്ന് ഈസി ആയിട്ട് നമുക്ക് അക്കൗണ്ട് എടുത്ത് നോക്കിയാലായിട്ട് പറയാനായിട്ട് സാധിക്കും. അതായത് ഒരു പ്രത്യേക ഡേറ്റിൽ നമുക്ക് കസ്റ്റമേഴ്സ് എത്ര ക്യാഷ് തരാനുണ്ട്, അല്ലെങ്കിൽ സപ്ലൈസിന് എത്ര ക്യാഷ് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മെഷീനറിയുടെ ഒരു പ്രത്യേക ഡേറ്റിലെ സ്ഥിതി എന്താണ്, ഇതൊക്കെ അറിയണമെങ്കിൽ അതാത് അക്കൗണ്ട്സിൻ്റെ ലെഡ്ജർ എടുത്ത് നോക്കിയാൽ മതി. കാരണം അത് ആ അക്കൗണ്ട്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു സ്ഥലത്തായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ജേണൽ എൻട്രി കിട്ടിയാൽ അതിൽ നിന്നും ലെഡ്ജർ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഞാനൊരു 6 ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ ജേണൽ എൻട്രി വെച്ച് ലെഡ്ജറുകൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇന്നിവിടെ ചെയ്യുന്നത്. ഒന്നാമത്തെ ജേണൽ എൻട്രി നോക്കാം. 2017 ജൂൺ 5 ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് 2 lakhs. ഇവിടെ 2 അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടുമാണ്. അതിൽ ക്യാഷ് ഡെബിറ്റിലും ക്യാപിറ്റൽ ക്രെഡിറ്റിലുമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ജേണൽ എൻട്രിയിലുള്ള അക്കൗണ്ട്സ് ഏതൊക്കെയാണോ അതെല്ലാം നമ്മൾ വരയ്ക്കണം. ജേണൽ എൻട്രിയിലുള്ള അക്കൗണ്ട്സ് മുഴുവനും നമ്മൾ എന്ത് ചെയ്യണം, ലെഡ്ജറിലേക്ക് വരയ്ക്കണം. ഇവിടെ ഡെബിറ്റിൽ ക്യാഷും ക്രെഡിറ്റിൽ ക്യാപിറ്റലുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വരയ്ക്കേണ്ട 2 അക്കൗണ്ട്സ്, ക്യാഷിൻ്റെ ലെഡ്ജറും വരയ്ക്കണം, ക്യാപിറ്റലിൻ്റെ ലെഡ്ജറും വരയ്ക്കണം. ആദ്യം നമുക്ക് ഒരു ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് നോക്കാം. ഇതാണ് ഒരു ലെഡ്ജറിൻ്റെ ഫോർമാറ്റ്. ഇത് ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ട് എല്ലാ ലെഡ്ജറിനും ഒരേ ഫോർമാറ്റാണ്. ആദ്യം നമ്മൾ ഏത് അക്കൗണ്ടാണോ വരയ്ക്കുന്നത് ആ അക്കൗണ്ടിൻ്റെ പേര് ഇങ്ങനെ നടുക്കായിട്ട് ടൈറ്റിലായിട്ട് കൊടുക്കണം. ക്യാഷ് അക്കൗണ്ട് ആയതുകൊണ്ട് നമ്മൾ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി. അതിനുശേഷം ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇടതുവശത്തായിട്ട് DR എന്ന് എഴുതണം. ഇതാണ് ഡെബിറ്റ് സൈഡ്. വലതുവശത്ത് റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ട് CR എന്ന് എഴുതണം. ഇതാണ് ക്രെഡിറ്റ് സൈഡ്. അപ്പം ഈ ഇടതുവശത്ത് ഡെബിറ്റ് സൈഡും വലതുവശത്ത് ക്രെഡിറ്റ് സൈഡും. അപ്പോൾ DR എന്നും CR എന്നും നിർബന്ധമായിട്ട് എഴുതണം. അക്കൗണ്ടിൻ്റെ പേര് നടുക്കായിട്ട് എഴുതണം. ഇത് നിർബന്ധമാണ്. ഇത് നമ്മൾ പേരൊന്നും എഴുതിയില്ലെങ്കിൽ ഇത് ഏത് ക്യാഷ് അക്കൗണ്ട് എഴുതിയില്ലെങ്കിൽ ഇത് ഏത് അക്കൗണ്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. പിന്നെ ആകെ 8 കോളങ്ങളാണുള്ളത്. ഡെബിറ്റ് സൈഡിൽ 4 കോളം, ക്രെഡിറ്റ് സൈഡിൽ 4 കോളം. ഡെബിറ്റ് സൈഡിലെ കോളങ്ങൾ ഇതൊക്കെയാണ്: ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്. ഇതേ കോളങ്ങൾ തന്നെയാണ് ക്രെഡിറ്റ് സൈഡിൽ: ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്. ഈ JF കോളത്തിൽ നമ്മളിപ്പോൾ ഒന്നും എഴുതുന്നില്ല. കാരണം അത് ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ പേജ് നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. അതുകൊണ്ട് നമ്മൾ വേക്കൻ്റായിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ ജേണൽ എൻട്രി എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ക്യാഷാണ് ഡെബിറ്റിൽ, ക്യാപിറ്റലാണ് ക്രെഡിറ്റിൽ. അപ്പോൾ ക്യാഷ് അക്കൗണ്ടും വരയ്ക്കണം, ക്യാപിറ്റൽ അക്കൗണ്ടും വരയ്ക്കണം. ഇനി ലെഡ്ജറിലേക്ക് എങ്ങനെയാണ് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് നോക്കാം. ഒരു ഡെബിറ്റിൻ്റെ അക്കൗണ്ട്, അതായത് ക്യാഷ് അക്കൗണ്ട് നമ്മൾ ലെഡ്ജറിലേക്ക് വരയ്ക്കുമ്പോൾ ഈ ക്യാഷ് ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ നമ്മൾ നോക്കാം. ഇവിടെ ക്യാഷ് ഡെബിറ്റിലാണ്. അപ്പോൾ ക്യാഷ് ഡെബിറ്റിലായതുകൊണ്ട് ഇതിനർത്ഥം നമ്മൾ ലെഡ്ജറിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണമെന്നാണ്. ജേണൽ എൻട്രിയിൽ ഒരു അക്കൗണ്ട് ഏത് സൈഡിലാണോ ഉള്ളത് ആ ലെഡ്ജറിൻ്റെ ആ സൈഡിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ക്യാഷ് ഡെബിറ്റിലായതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. അപ്പോൾ നമ്മൾ ആദ്യം ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ലൊക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഈ ഡെബിറ്റ് സൈഡിലേക്ക് ഈ ഡേറ്റ് അങ്ങ് എഴുതുക. 2017 ജൂൺ 5 ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുക. 2017 ജൂൺ 5. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ലൊക്കേറ്റ് ചെയ്തു. ഇനി ഇതിന് പർട്ടിക്കുലേഴ്സ് കോളാണ്. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്?
ക്യാഷ് അക്കൗണ്ടാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഡെബിറ്റ് സൈഡിൽ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുമ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ടിനൊപ്പം ക്രെഡിറ്റ് സൈഡിലുള്ള അക്കൗണ്ട് ഏതാണെന്നാണ് നോക്കേണ്ടത്. ക്യാപിറ്റൽ അക്കൗണ്ടാണ് ക്രെഡിറ്റ് സൈഡിലുള്ളത്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുവാണെങ്കിൽ ഡെബിറ്റ് സൈഡിലെ അക്കൗണ്ട് ഏതാണെന്ന് നോക്കിയിട്ട് അതാണ് പർട്ടിക്കുലേഴ്സിൽ എഴുതേണ്ടത്. ഡെബിറ്റ് സൈഡിൽ എഴുതുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ഏതാണോ അതാണ് പർട്ടിക്കുലേഴ്സിൽ എഴുതേണ്ടത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എഴുതുന്നത്. അതുകൊണ്ട് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ അതിനോടൊപ്പം ക്രെഡിറ്റ് സൈഡിലുള്ള അക്കൗണ്ട് എഴുതണം. ക്യാപിറ്റൽ എമൗണ്ട് 2 lakhs ആണ്. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ അക്കൗണ്ട് എഴുതുക ക്യാപിറ്റൽ. ക്യാപിറ്റൽ എമൗണ്ട് എഴുതുക 2 lakhs. ഓക്കെ, JF കോളത്തിൽ എഴുതണ്ട. JF കോളം വേക്കൻ്റ് ആയിട്ട് ഇടുക. ഓക്കെ, ഇനി ഇതിനോടൊപ്പമുള്ള രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ അക്കൗണ്ട് വരയ്ക്കണം. വരച്ച് കഴിയുമ്പോൾ നമ്മളവിടെ ക്യാപിറ്റൽ ഇവിടെ ക്രെഡിറ്റിലായതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിൽ എഴുതണം എന്നാണ് ഇതിനർത്ഥം. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ്, ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞു, ഇത് ഡെബിറ്റ് സൈഡും ഇത് ക്രെഡിറ്റ് സൈഡുമാണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിൽ എഴുതുക 2017 ജൂൺ 5. 2017 ജൂൺ 5. ഇനി നമുക്കിതിനോടൊപ്പം പർട്ടിക്കുലേഴ്സ് കോൾ എഴുതണം. അപ്പോൾ ക്യാപിറ്റൽ ക്രെഡിറ്റിലാണ്, അതിനോടൊപ്പം ഡെബിറ്റിലുള്ള അക്കൗണ്ട് ക്യാഷ് ആണ്. അപ്പോൾ അതാണ് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതേണ്ടത്. ഓക്കെ, ക്യാഷ്. ഇനി എമൗണ്ട് 2 lakhs. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് രണ്ടാമത്തത് 2017 ജൂൺ 8 ജേർണൽ എൻട്രി ഇതാണ്. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് അക്കൗണ്ട് 80,000. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്. അപ്പോൾ ഇവിടുത്തെ രണ്ട് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ക്യാഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ഒരു അക്കൗണ്ട് ഒരു തവണ ഓപ്പൺ ചെയ്താൽ മതി. രണ്ടാമത് നമ്മളത് ഓപ്പൺ ചെയ്യേണ്ടതില്ല, അതിലേക്ക് നമ്മൾ ട്രാൻസാക്ഷൻ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഇതാ ഇവിടെ നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ക്യാഷ് അക്കൗണ്ട് വീണ്ടും ഓപ്പൺ ചെയ്യേണ്ടതില്ല, ആ ക്യാഷ് അക്കൗണ്ടിലേക്ക് നമ്മൾ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ ആദ്യം നമുക്കത് എഴുതാം. ക്യാഷ് അക്കൗണ്ട് ഇവിടെ ക്രെഡിറ്റിലാണ്, അതിനർത്ഥം ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിൽ എഴുതണം എന്നാണ്. ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിൽ എഴുതണം. നമുക്കത് ലൊക്കേറ്റ് ചെയ്യാം. 2017 ജൂൺ 8 ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഇതാണ്, ഈ സൈഡാണ് ക്രെഡിറ്റ്. നമുക്കത് ലൊക്കേറ്റ് ചെയ്യാം. 2017 ജൂൺ 8. 2017 ജൂൺ 8. അവിടെ നമുക്കിനി പർട്ടിക്കുലേഴ്സ് എഴുതണം. എമൗണ്ട് ഈ ഡേറ്റ് എഴുതി നമുക്ക് ആ ഡെബിറ്റാണോ ക്രെഡിറ്റാണോ എന്നുള്ളത് നമ്മളിവിടെ ഡേറ്റ് എഴുതി അങ്ങ് ലൊക്കേറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ പർട്ടിക്കുലേഴ്സ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ക്രെഡിറ്റിലാണ്. അപ്പോൾ പർട്ടിക്കുലേഴ്സിൽ എഴുതേണ്ടത് അതിനോടൊപ്പം തന്നെ ഡെബിറ്റിലുള്ള എമൗണ്ടാണ്, അക്കൗണ്ടാണ് പർട്ടിക്കുലേഴ്സായിട്ട് എഴുതേണ്ടത്. ബാങ്ക്, ഇവിടെ നമുക്ക് ബാങ്ക് എന്ന് എഴുതാം. ഓക്കെ, ബാങ്ക് എമൗണ്ട് 80,000. ഓക്കെ, ഇനി നമുക്ക് അടുത്ത അക്കൗണ്ട് നോക്കാം. ഇതിൽ ക്യാഷിൻ്റെ നമ്മൾ എഴുതി. ഇനി ഇതിനോടൊപ്പം ബാങ്ക് ഉണ്ട്. ബാങ്ക് നമ്മൾ ഇപ്പം ഇനി പ്രിപ്പയർ ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റിലാണ്, അതിനർത്ഥം ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം എന്നാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ലൊക്കേറ്റ് ചെയ്യാം. ഡേറ്റ് 2017 ജൂൺ 8. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് 2017 ജൂൺ 8. 2017 ജൂൺ 8. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെബിറ്റ് ലൊക്കേറ്റ് ചെയ്തു. ഇനി ബാങ്ക് അക്കൗണ്ടിനോടൊപ്പം ഉള്ള ഡെബിറ്റിലുള്ള ബാങ്ക് അക്കൗണ്ടിനോടൊപ്പം ക്രെഡിറ്റിലുള്ളത് ക്യാഷാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാഷ് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതുന്നു ₹80,000. ഓക്കെ, ക്യാഷ് ഇവിടെ എഴുതുന്നു. ക്യാഷ് 80,000. ഇവിടെ നമ്മൾ JF കോളം എഴുതുന്നില്ല, അവിടെ പേജ് നമ്പറാണ് എഴുതേണ്ടത്. അത് നമ്മളിപ്പോൾ എഴുതുന്നില്ല.
അപ്പോൾ അത് കഴിഞ്ഞു. ഇതിൻ്റെ 2 അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു. ബാങ്ക് ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്തു, ക്യാഷ് ഓൾറെഡി ഉണ്ടായിരുന്നു, അതിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ജേണൽ എൻട്രി ഇതാണ്. 2017 ജൂൺ 12 പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു മോഡേൺ ഹൗസ് അക്കൗണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യാത്ത അക്കൗണ്ടുകളാണ്. 2 അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. പർച്ചേസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, മോഡേൺ ഹൗസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇതിൽ പർച്ചേസ് ഡെബിറ്റാണ്. പർച്ചേസ് ഡെബിറ്റ് ആയതുകൊണ്ട് അതിനർത്ഥം പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണമെന്നാണ്. ഇപ്പോൾ നമുക്കത് ലൊക്കേറ്റ് ചെയ്യാം. 2017 ജൂൺ 12 പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 2017 ജൂൺ 12. ഓക്കെ, നമ്മളത് ലൊക്കേറ്റ് ചെയ്തു. ഇനി നമുക്ക് നോക്കാം പർച്ചേസിൻ്റെ കൂടെ പർച്ചേസ് ഡെബിറ്റിലാണ്. അപ്പോൾ പർട്ടിക്കുലേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒപ്പം ക്രെഡിറ്റിലുള്ള അക്കൗണ്ടാണ്. പർട്ടിക്കുലേഴ്സ് എഴുതേണ്ടത് മോഡേൺ ഹൗസ് അക്കൗണ്ട്. പർട്ടിക്കുലേഴ്സ് മോഡേൺ ഹൗസ് അക്കൗണ്ട്. മോഡേൺ ഹൗസ്. അതിൻ്റെ എമൗണ്ട് നമുക്ക് നോക്കാം. എമൗണ്ട് 30,000 ആണ്. ഓക്കെ, 30,000. ഓക്കെ, അത് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ പർച്ചേസിൻ്റെ കൂടെ പർച്ചേസ് അക്കൗണ്ട് വരച്ചു. ഇനി അടുത്തത് ഇതിൻ്റെ കുഴപ്പമുള്ള മോഡേൺ ഹൗസ് അക്കൗണ്ട് വരച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വരയ്ക്കണം. മോഡേൺ ഹൗസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അത് ക്രെഡിറ്റാണ് മോഡേൺ ഹൗസ്. അതുകൊണ്ട് മോഡേൺ ഹൗസിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണമെന്നാണ് അതിൻ്റെ അർത്ഥം. മോഡേൺ ഹൗസിൻ്റെ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ നമുക്കത് ലൊക്കേറ്റ് ചെയ്യാം. മോഡേൺ ഹൗസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് ലൊക്കേറ്റ് ചെയ്തു. അതിന് നമുക്ക് ഡേറ്റ് ഇട്ട് കൊടുക്കാം. 2017 ജൂൺ 12. അതിന് ഡേറ്റ് ഇട്ട് കൊടുക്കണം. 2017 ജൂൺ 12. ഓക്കെ, 2017 ജൂൺ 12. അപ്പോൾ മോഡേൺ ഹൗസ് ക്രെഡിറ്റിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതേണ്ടത് അതിനോടൊപ്പം ഡെബിറ്റിലുള്ള അക്കൗണ്ടാണ്. അതിനോടൊപ്പം ഡെബിറ്റിലുള്ളത് പർച്ചേസ് ആണ്. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമുക്ക് എഴുതാം പർച്ചേസ്. ഇനി അതിൻ്റെ എമൗണ്ട് എഴുതി കൊടുക്കാം. എമൗണ്ട് 30,000. ഓക്കെ, ഇനി നോക്കാം. അടുത്തത് 2017 ജൂൺ 13. 2017 ജൂൺ 13 ജേണൽ എൻട്രി ഇതാണ്. മെഷീനറി അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇപ്പോൾ 2 അക്കൗണ്ട് മെഷീനറിയും ബാങ്കും ആണ്. മെഷീനറി ഡെബിറ്റിലും ബാങ്ക് ക്രെഡിറ്റിലും. ഓൾറെഡി ഇവിടെ നമുക്കറിയാം ബാങ്ക് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഇനി ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല. അതിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എടുക്കുക. ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റിലാണ്. അതുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. നമുക്കത് ലൊക്കേറ്റ് ചെയ്യാം. 2017 ജൂൺ 13 ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ്. ഓക്കെ, 2017 ജൂൺ 13. ഓക്കെ, നമ്മളവിടെ അത് ലൊക്കേറ്റ് ചെയ്തു. ഇനി നമുക്ക് നോക്കാം. ഇതിനോടൊപ്പം ബാങ്ക് ക്രെഡിറ്റിലാണ്. അതുകൊണ്ട് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതേണ്ടത് അതിനോടൊപ്പം ഡെബിറ്റിലുള്ള അക്കൗണ്ട് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതാം. മെഷീനറി ആണ് എഴുതേണ്ടത്. എമൗണ്ട് 20,000. ഓക്കെ, അപ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ടിൻ്റെ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതാം. മെഷീനറി. ഓക്കെ, എമൗണ്ട് 20,000. എമൗണ്ട് 20,000. ഇനി നമുക്ക് നോക്കാം അടുത്ത അക്കൗണ്ട്. മെഷീനറി ബാങ്ക് ഇത് കഴിഞ്ഞു. ഇനി 2012 ജൂൺ 18 ട്രാൻസാക്ഷൻ ഇതായിരുന്നു. റെൻ്റ് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മെഷീനറിയെ വരച്ചിട്ടുള്ളൂ. മെഷീനറിയുടെ ഒപ്പം ബാങ്ക് ഉണ്ട്, അത് നമ്മൾ ചെയ്തില്ല. ബാങ്കിലേക്കാണ് നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്തത്. മെഷീനറി അക്കൗണ്ട് വരച്ചിട്ടില്ല. മെഷീനറി അക്കൗണ്ട് നോക്കാം. മെഷീനറി അക്കൗണ്ട് ഇവിടെ ഡെബിറ്റിലാണ്. അതിനർത്ഥം മെഷീനറി അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നതാണ്. മെഷീനറി അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം. 2017 ജൂൺ 13 മെഷീനറി അക്കൗണ്ട് ഇതിവിടെ ഉണ്ട്. അവിടെ ഡെബിറ്റ് സൈഡ് ലൊക്കേറ്റ് ചെയ്യാം. 2017 ജൂൺ 13. ഓക്കെ, 2017 ജൂൺ 13. ഇനി ഇവിടെ നോക്കുക. മെഷീനറി അക്കൗണ്ടിനൊപ്പം മെഷീനറി അക്കൗണ്ട് ഡെബിറ്റിലായതുകൊണ്ട് ഡെബിറ്റ് സൈഡ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. അപ്പോൾ അതിനകത്ത് എഴുതേണ്ട പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതേണ്ടത് ഈ മെഷീനറി ഡെബിറ്റ് ആയതുകൊണ്ട് ക്രെഡിറ്റിലുള്ള ബാങ്കാണ് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതേണ്ടത്. എമൗണ്ട് 20,000. ഓക്കെ, പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ബാങ്ക്.
ബാങ്ക് എഴുതി, എമൗണ്ട് കോളത്തിൽ 20,000. ഓക്കെ. ഇനി അത് കഴിഞ്ഞു. ഇനി നമുക്ക് 2012 ജൂൺ 18 റെൻ്റ് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. റെൻ്റ് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് അക്കൗണ്ട്, ഇവിടെ 2 അക്കൗണ്ട് റെൻറ്റും അടുത്ത ബാങ്കുമാണ്. ബാങ്ക് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇപ്പോൾ ഇത് പോസ്റ്റ് ചെയ്താൽ മതി. നോക്കാം. ഇത് ബാങ്ക് ക്രെഡിറ്റ് സൈഡിലാണ്, ക്രെഡിറ്റ് ആണ്, അതുകൊണ്ട് ഇതിനർത്ഥം ബാങ്കിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണമെന്നാണ്. ക്രെഡിറ്റ് സൈഡിൽ ലൊക്കേറ്റ് ചെയ്യാം. 2012 ജൂൺ 18 ബാങ്കിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഇവിടെ എഴുതാം. 2017 ജൂൺ 18. ഓക്കെ. 2017 ജൂൺ 18. ഇവിടെ ക്രെഡിറ്റ് 17 ഓക്കെ. 2017 ജൂൺ 18 ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റിലാണ്. അപ്പോൾ അതിൻ്റെ പർട്ടിക്കുലേഴ്സ്, അതിൻ്റെ അതിനോടൊപ്പം ഡെബിറ്റിലുള്ള റെൻ്റാണ് പർട്ടിക്കുലേഴ്സിലായിട്ട് എഴുതേണ്ടത്. ഇവിടെ നമുക്ക് റെൻറ്റ് പർട്ടിക്കുലേഴ്സിൽ എഴുതാം. ഓക്കെ. റെൻറ്റ് പർട്ടിക്കുലേഴ്സിൽ എഴുതാം. അതിൻ്റെ എമൗണ്ട് നോക്കാം. എമൗണ്ട് 5,000. ഓക്കെ. ഓക്കെ. ഇനി അത് കഴിഞ്ഞു. ഇനി നമ്മുടെ ലാസ്റ്റ് ട്രാൻസാക്ഷനാണ് 2017 റെൻ്റ് അടിച്ചു ബാങ്കിൽ നമ്മൾ ഓക്കെ ബാങ്ക് ചെയ്തിട്ടുള്ളൂ, റെൻറ്റ് ചെയ്തിട്ടില്ല. ഇതിനോടൊപ്പമുള്ള റെൻ്റ് അക്കൗണ്ട് കൂടി ചെയ്യണം. റെൻ്റ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ റെൻറ്റ് ഡെബിറ്റിലാണുള്ളത്, അതിനർത്ഥം റെൻ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം എന്നാണ്. അപ്പോൾ നമുക്ക് റെൻ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ലൊക്കേറ്റ് ചെയ്യാം. ഡേറ്റ് 2017 ജൂൺ 22. ഓക്കെ. 2017 ജൂൺ 22. ഓക്കെ. ഡെബിറ്റ് സൈഡ് ലൊക്കേറ്റ് ചെയ്തു. ഇനി ജൂൺ 22 അല്ല, ജൂൺ 18. ഓക്കെ. 2012 ജൂൺ 18 അതിൻ്റെ ഡേറ്റ്. ഇനി നമുക്ക് റെൻ്റ് അക്കൗണ്ടിൻ്റെ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതേണ്ടത് എന്താണെന്ന് നോക്കാം. റെൻ്റ് അക്കൗണ്ട് ഡെബിറ്റിലാണ്, അതിനോടൊപ്പം ക്രെഡിറ്റിലുള്ള അക്കൗണ്ടാണ്. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതേണ്ടത് ബാങ്കാണ്. എമൗണ്ട് 5,000. അപ്പോൾ റെൻ്റ് അക്കൗണ്ടിൻ്റെ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ എഴുതേണ്ടത് ബാങ്ക്. ഇനി എമൗണ്ട് 5,000. ഓക്കെ. ഇനി അത് കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് എൻട്രിയാണ് 2017 ജൂൺ 22. 2017 ജൂൺ 22 ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു സെയിൽസ് അക്കൗണ്ടാണ്. ക്യാഷ് സെയിൽസുമാണ് അക്കൗണ്ട്. അതിൽ ഓൾറെഡി നമ്മൾ ക്യാഷ് വരച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് ഇനി വരയ്ക്കേണ്ടതില്ല. സെയിൽസ് അക്കൗണ്ടാണ് വരയ്ക്കേണ്ടതുള്ളൂ. ക്യാഷ് അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? പോസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഈ എൻട്രി. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റിലാണ്, അതുകൊണ്ട് അതിനർത്ഥം ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം എന്നാണ്. അപ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡ് ലൊക്കേറ്റ് ചെയ്യാം. ഇതാണ് ക്യാഷ് അക്കൗണ്ട്. അതിൻ്റെ ഡെബിറ്റ് സൈഡ് ഇവിടെയാണ് വരുന്നത്. ഇതാ ഡെബിറ്റ് സൈഡിൽ നമുക്ക് ഈ എൻട്രി എഴുതാം. 2017 ജൂൺ 22. 2017 ജൂൺ 22. ഓക്കെ. ഇനി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റിലാണ്, പർട്ടിക്കുലേഴ്സ് എഴുതേണ്ടത്. അതിനോടൊപ്പം ക്രെഡിറ്റിലുള്ള സെയിൽസാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതേണ്ടത്. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ സെയിൽസ് എഴുതാം. ഇനി എമൗണ്ട് 15,000. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന ക്യാഷ് അക്കൗണ്ടിലേക്ക് നമ്മൾ സെയിൽസ് പോസ്റ്റ് ചെയ്തു. സെയിൽസിൻ്റെ അക്കൗണ്ട് ഇല്ല, അതുകൊണ്ട് അത് വരയ്ക്കണം. സെയിൽസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ സെയിൽസ് ക്രെഡിറ്റ് സൈഡിലാണ്, അതുകൊണ്ട് ക്രെഡിറ്റ് ആണ്, അതുകൊണ്ട് സെയിൽസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. നമുക്കത് ലൊക്കേറ്റ് ചെയ്യാം. ഡേറ്റ് ഇട്ട് 2017 ജൂൺ 22. ക്രെഡിറ്റിൽ ഡേറ്റ് ഇടുക 2017 ജൂൺ 22. ഓക്കെ. 2017 ജൂൺ 22 നമ്മളതിൻ്റെ ക്രെഡിറ്റ് ലൊക്കേറ്റ് ചെയ്തു. ഇനി സെയിൽസിനോടൊപ്പം ക്രെഡിറ്റിലുള്ള സെയിൽസിനോടൊപ്പം ഡെബിറ്റിലുള്ളത് ക്യാഷാണ്, അതുകൊണ്ട് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ക്യാഷ് എഴുതുക. എമൗണ്ട് 15,000. ഓക്കെ.
പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ക്യാഷ് എഴുതുക. ക്യാഷ് എമൗണ്ട് 15,000. ഇത്രയും നമ്മുടെ ജേണൽ എൻട്രി എല്ലാം എഴുതി നമ്മൾ കഴിഞ്ഞു. ഇനി ഇങ്ങനെയാണ് ഒരു ജേണൽ കിട്ടിയാൽ അതിൽ നിന്ന് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. അക്കൗണ്ടിൻ്റെ പേര്, ഏത് അക്കൗണ്ടാണോ നമ്മൾ എഴുതുന്നത് ആ അക്കൗണ്ടിൻ്റെ പേര് ടൈറ്റിലായിട്ട് എഴുതണം, നിർബന്ധമാണ്. എങ്കിലേ അക്കൗണ്ട് ഏതാ, നമ്മൾ ക്യാഷ് എന്നോ ക്യാപിറ്റൽ ഒന്നും എഴുതാതെ പോയാൽ ഇത് ഏത് അക്കൗണ്ടാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് അക്കൗണ്ടിൻ്റെ പേര് നിർബന്ധമായിട്ട് എഴുതണം. ഈ ഇടത് സൈഡിലായിട്ട് DR എന്ന് എഴുതണം, അതായത് ഡെബിറ്റ് സൈഡാണത്. വലത് സൈഡിലായിട്ട് CR എന്ന് എഴുതണം, അത് ക്രെഡിറ്റ് സൈഡിലാണ്. ഇടത് സൈഡിലായിട്ട് ഡെബിറ്റ് സൈഡിലായിട്ട് 4 കോളവും ക്രെഡിറ്റ് സൈഡിലായിട്ട് 4 കോളവും, അങ്ങനെ മൊത്തം 8 കോളമാണുള്ളത്. കോളങ്ങളൊക്കെ ഒരേപോലത്തെ കോളങ്ങളാണ് രണ്ട് സൈഡിലുള്ളത്. നമ്മൾ ജേണൽ എൻട്രി കിട്ടിയാൽ ജേണൽ എൻട്രി നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ട് ഏത് സൈഡിലാണ് നോക്കുക. ആ ഏത് സൈഡിലാണോ, ഡെബിറ്റാണോ ക്രെഡിറ്റാണോ, ഡെബിറ്റ് ആണെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ അവിടെ അങ്ങ് ആ ഡെബിറ്റ് സൈഡിലേക്ക് ഡേറ്റ് എഴുതി വയ്ക്കുക. ഇനി ക്രെഡിറ്റ് സൈഡ് ആണെങ്കിൽ അത് ഉറപ്പിക്കാൻ വേണ്ടി ക്രെഡിറ്റ് സൈഡിലേക്ക് ഡേറ്റ് എഴുതി വയ്ക്കുക. അതിനുശേഷം പർട്ടിക്കുലേഴ്സ് കോളം എഴുതേണ്ടത് ആ ഡെബിറ്റിൽ എഴുതുന്നെങ്കിൽ അതിനോടൊപ്പം ക്രെഡിറ്റിലുള്ള അക്കൗണ്ടാണ് പർട്ടിക്കുലേഴ്സ് ആയിട്ട് എഴുതേണ്ടത്. ക്രെഡിറ്റിലാണ് എഴുതുന്നതെങ്കിൽ അതിനോടൊപ്പം ഡെബിറ്റുള്ള അക്കൗണ്ടാണ് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതേണ്ടത്. അതിനുശേഷം എമൗണ്ട് എഴുതുക. JF എന്ന കോളം നമ്മളിപ്പോൾ വേക്കൻ്റ് ആയിട്ട് ഇടുകയാണ് ചെയ്യുന്നത്, അവിടെ പേജ് നമ്പറാണ് എഴുതേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ലെഡ്ജർ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ലെഡ്ജർ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ സിംഗിൾ കോളം ക്യാഷ് ബുക്കാണ്. ഓക്കെ, താങ്ക് യു.